എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല അവളായിട്ട്. ഒരു ഫീലിങ്സ് എന്ന സംഭവം എനിക്ക് അവളെ ഒരു പാട്ടിലും നോക്കിയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. இந்த வீடு பூரா ஆம்பளைங்க இவனை சொல்லல, அவங்களெல்லாம் நீ யூஸ் பண்ணிக்கலாம்லம்மா. நான் பாவம், என்னை விட்டா இப்பயே தப்பிச்சு ஓடிடுவேன்ல. ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിട്ട് ജ്യൂസില് ഈ ബാങ് മിഠായി കലക്കിയിട്ട് ജോയിന്റിന്റെ മിഠായിയാണ് അത് കലക്കിയിട്ട് എനിക്ക് തന്നെ. എനിക്ക് തന്നിട്ട് ഞാൻ തലക്ക് എനിക്ക് എന്തോ മാതിരിയായിട്ട് അന്നാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇവളിട്ട് ഇന്റിമേറ്റ് ആണ്. ട്രീറ്റ്മെന്റ് കൊടുത്തായിരുന്നു സൺറൈസ് ഹോസ്പിറ്റലില് കാക്കനാടുള്ള. അതിങ്ങനെ പെടുത്തിയതാ? അങ്ങനെ പെടുത്തി അങ്ങനെ ഞാൻ ഓളിട്ടൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാട് ബൈസെക്സ്. തൊപ്പി ബൈസെക്ഷലാണ്, അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നതെന്ന് പറഞ്ഞത്. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോ ഇങ്ങനെ ഒന്നല്ല, ഇതൊന്നല്ലേ തോന്നി, ഒരു സെന്റിമെന്റ്സ് തോന്നി, ഒരു സഹതാപം തോന്നി. എന്നിട്ട് അവള് വിളിക്കുമ്പോഴും അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാൻ, അവള് വിളിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ അവളെ പിക്ക് ചെയ്യാൻ. ഒരു ചായ പറയട്ടെ? എനിക്ക് ചായ വേണ്ട, ഫലൂഡ മതി. ഞാൻ അറിഞ്ഞിട്ട് പോലില്ല, എന്നോടല്ല പറയുന്നത്. അവള് ഫുള്ള് പബ്ലിക്കിന്റെ മുൻപിലാണ്. അവള് പ്രഗ്നന്റ് ആയാലും ടോയ്ലറ്റ് പോയാലും ഇത് മൊത്തം എന്നോടല്ല പറയുന്നത്. അല്ല കക്കൂസില പേടിക്കാനൊന്നുമില്ല, വന്നേ. പബ്ലിക്കിന് മുമ്പിൽ അവള് പറയണേ. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ എന്താ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അവൾ പ്രഗ്നന്റ് ആയിട്ട് വീഡിയോ ചെയ്യണേ, ഞാനേ ഒന്നും അറിഞ്ഞിട്ട്. മാഷ് ഇവിടെ കിടക്ക്, ഞാൻ നേരെ പരപരാന്ന് വിളിക്കുമ്പോ വിളിക്കാം. നമ്മ വാങ്ങാം, ആയിക്കോട്ടെ. ഒരു പുതിയ അക്കൗണ്ടില് 20 ഫോളോവേഴ്സ് ഉണ്ട്. ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്ത, ഇന്നലെ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്. എന്ത് ചെയ്തു? കളി തരാന്ന് പറഞ്ഞ് ഇതാക്കിയ കളിക്കാരനെത്തി. എടി ഇന്ന ആരെയും ഫോളോ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കളി തരാനുള്ള ആൾക്കാരാണോ? നീ എന്താ പറയുന്നേ? അടുക്കരുത്, അടുക്കൂടാതെ. ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. അമ്മാവൻ ഒരു 20 പെൺകുട്ടികൾ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാല് അവരോട് ഞാൻ കളി തരാന്ന് പറഞ്ഞിട്ട് ഈ കാര്യം അവരെന്നെ ഫോളോ ചെയ്തിങ്ങനെന്ന് പറഞ്ഞു. എന്താ ഒളിനെ ചെയ്യാല്ലേ? ഡ്രഗ് അഡിക്റ്റ്, പെണ്ണ് പിടിയൻ, കള്ളൻ, എന്തെല്ലാം ആക്കി. സോറി കേട്ടോ. ഇറ്റ്സ് ഓക്കെ മാഡം, തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. പിന്നെ ഇവളെ 3 ഫ്രണ്ട്സ് പ്രമുഖരാണോ? പ്രമുഖരാണ്, പേര് ഞാൻ പറയുന്നില്ല. തിരുമ്പാടി നമ്മളെ കിച്ചണിൽ ഉണ്ടാവില്ലേ, നമ്മളെ ഇരിക്കുന്ന സ്ഥലം, അവിടെ നിന്ന് ജോയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവർക്ക്